ഹലോ ഹായ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എളുപ്പത്തിൽ ഒരു സമോസ ഷീറ്റ് ഉണ്ടാക്കി സമോസ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോ കാണാം. നമുക്കിന്ന് സമോസ ഉണ്ടാക്കാൻ വേണ്ടി ഒരു സബോള ചെറുതായി ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞത്, 4 അല്ലി വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, പിന്നെ 2 മുഴുത്ത ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്തത്, 2 ക്യാരറ്റ് കട്ട് ചെയ്തത്, 1 കപ്പ് ഗ്രീൻ പീസ് 1 കപ്പ്. ഈ ഗ്രീൻ പീസ് ഫ്രോസനാട്ടോ. ഇതിന് ആവശ്യമായ സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ബട്ടർ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ഇടുക. എന്നിട്ട് ഇത് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത ഒരു സബോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇത് ഇട്ട് ഇതിൻ്റെ പച്ചപ്പ് മാറുന്നിടം വരെ ഇടവിടാതെ ഇളക്കുക. അതിനുശേഷം ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കിയതിനു ശേഷം മൂടി വയ്ക്കുക. അതിനുശേഷം ഉരുളക്കിഴങ്ങ് പകുതി വേഗമായി കഴിയുമ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഇടയ്ക്ക് ഇളക്കി ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് ഇത് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് അര നാരങ്ങയുടെ ജ്യൂസ് ഒഴിക്കുക. എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് അല്പം പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ചിക്കൻ മസാലയോ മുളക് പൊടിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇത് ഏതാണ്ട് പാകമായി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. സമോസ ഷീറ്റ് ഉണ്ടാക്കാൻ 2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ ഓയില്, ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച്, വെള്ളം കൂടാൻ പാടില്ല. കാരണം നമ്മുടെ സമോസ വറുക്കുമ്പോൾ കൂടുതൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. ചപ്പാത്തിയേക്കാൾ അല്പം ടൈറ്റായിട്ടാണ് നല്ലത്. ഇങ്ങനെ പതിയെ കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായി കുഴയ്ക്കുക. നന്നായി കുഴച്ച് ഇതിലേക്ക് അല്പം ഓയിൽ തടവി കൊടുക്കാം. എന്നിട്ട് നന്നായി മൂടി വെച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മുടെ മാവ് നന്നായി സോഫ്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു റോൾ ചെയ്ത് ഇതിനെ 2ആയി ഭാഗിക്കാം. എന്നിട്ട് വീണ്ടും അത് 3 പീസാക്കാം. അങ്ങനെ 2ൽ നിന്നും നമുക്ക് ആകെ 6 പീസാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഓരോന്നും പൂരിയുടെ വലിപ്പത്തിൽ നമുക്ക് എല്ലാം പരത്തിയെടുക്കാം. എന്നിട്ട് ഓരോ ഷീറ്റും ഓയിൽ നന്നായി സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ പുറത്ത് വീണ്ടും മൈദ തൂവി അടുത്ത ലെയർ എടുത്തു വയ്ക്കുക. ആദ്യമായി ചെയ്യുന്നവർക്ക് 2ഓ 3ഓ ഷീറ്റ് ഒന്നിച്ച് വെച്ചാൽ മതി. ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്തിട്ട് വരാം. വീണ്ടും പരത്തി എടുക്കുക. ഇങ്ങനെ എല്ലാം പരത്തിയിട്ട് ഒരു ഓയിൽ പേപ്പർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പരത്തിയത് വച്ച് കൊടുത്ത് ഒരു അയൺ ബോക്സ് ചൂടാക്കി 1 മിനിറ്റ് തിരിച്ചും മറിച്ചും ഇട്ട് അയൺ ചെയ്യുക. ഇങ്ങനെ അയൺ ചെയ്ത ഷീറ്റ് നമുക്ക് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ചൂടുണ്ട് കേട്ടോ, സൂക്ഷിക്കണേ. ഇങ്ങനെ
എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ അയൺ ചെയ്യണമെന്നില്ല കേട്ടോ, നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ സമോസ ഷീറ്റ് റെഡിമെയ്ഡായിട്ട് കിട്ടും, സാധാരണ മാർജിൻ ഫ്രീ മാർക്കറ്റുകളിൽ കിട്ടും. പിന്നെ ആദ്യമായി ചെയ്യുന്നവർക്ക് ഇത് കട്ട് ചെയ്യാനായിട്ട് ഒരു മെഷറിംഗ് സ്കെയിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം 7 സെൻറ്റിമീറ്റർ വീതിയും 22 സെൻറ്റിമീറ്റർ നീളവും കിട്ടുന്ന വിധത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഷീറ്റ് റെഡിയായി. ഇനി നമുക്ക് സമോസ ഷീറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഇത് സീൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പേസ്റ്റ് രൂപത്തിലുള്ള ഒരു പശ ആവശ്യമാണ്. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ മൈദ, അല്പം വെള്ളം ഒഴിച്ച് ലൂസാക്കി ഒരു പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഈ സമോസ ഉണ്ടാക്കുമ്പോൾ ഈ പേസ്റ്റ് നമുക്ക് പുരട്ടിയാണ് ഇത് സീൽ ചെയ്യുന്നത്. സമോസ ഉണ്ടാക്കാം. ആദ്യം ഈ ഷീറ്റിൻ്റെ അടിവശത്തെ മൂല എടുത്ത് കോണായി മടക്കുക. അല്പം മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന വിധത്തിൽ എടുക്കുക. എന്നിട്ട് പേസ്റ്റ് ഇങ്ങനെ പുരട്ടിയതിനു ശേഷം സാവധാനം ഇങ്ങനെ മറിക്കുക. എന്നിട്ട് നമ്മുടെ സമോസയുടെ ഫില്ലിങ് ഇട്ട് നിറയ്ക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് ഈ പേസ്റ്റ് പുരട്ടാം. പേസ്റ്റ് പുരട്ടിയതിനു ശേഷം ഈ മൂലകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ഈ മൂല നന്നായി ശ്രദ്ധിച്ചാലേ നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ. വീണ്ടും ഒന്നുകൂടി മറിച്ച് വീണ്ടും പേസ്റ്റ് പുരട്ടി ഷേപ്പ്. ഈ മൂലയിലൊക്കെ അല്പം ദ്വാരം പോലെ കാണുന്നുണ്ടെങ്കിൽ അവിടെ പേസ്റ്റ് പുരട്ടി അത് ഫില്ല് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സമോസയൊക്കെ റെഡിയായിട്ടുണ്ട്. ഇതിനു വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചു, ഓയിൽ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇത് ചൂടാകുമ്പം നമുക്ക് കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാം. നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഗ്യാപ്പ് കാണുന്നുണ്ടെങ്കിൽ അല്പം നമ്മുടെ ആ പേസ്റ്റ് അപ്ലൈ ചെയ്താൽ ആ ഗ്യാപ്പിൽ കൂടി എണ്ണ കയറാതിരിക്കും. അപ്പോൾ അങ്ങനെ കാണുവാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ നമ്മുടെ പേസ്റ്റ് ഉണ്ടെങ്കിൽ ആ പേസ്റ്റ് എടുത്ത് തൂക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്കെല്ലാം വറുത്തുകൊണ്ട് വരാം. ഞാൻ 1-2 കാര്യം പറയാൻ വിട്ടുപോയി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സമോസ ഷീറ്റ് ഒരു സിപ്പ് ലോക്കിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. അതുകൂടാതെ നമുക്ക് സമയമുള്ളപ്പോൾ ഈ സമോസ ഇതുപോലെ ഷേപ്പ് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ സമോസയൊക്കെ റെഡിയായിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഈ രുചികരമായ സമോസ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറന്നു പോകരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ വീണ്ടും കാണാം.